അപ്പോൾ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിൽ വളരെ സംഘർഷഭരിത നിമിഷങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോൾ വേണം എന്തും സംഭവിക്കാം എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ നന്ദയും മഹേശ്വരൻ്റെയും ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ. കാരണം ഗാഥയുടെ ജന്മരഹസ്യം എപ്പോഴും വേണം പുറത്താകാം. അങ്ങനെ പുറത്തായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇന്ദിവരം തറവാട്ടിന് വലിയൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാകുമെന്ന് മഹേശ്വരന് ഉറപ്പാണ്. പക്ഷേ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ടാണ് ബാലാജി ഗാഥയെ പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ട് ചില കളികളൊക്കെ കളിക്കുന്നത്. ഒപ്പം നമ്മുടെ വാവച്ചനും കൂടെയുണ്ട്. അപ്പോൾ ഇനി എന്തായിരിക്കും, വലിയൊരു ഭൂകമ്പങ്ങൾ തന്നെ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. എന്തായാലും ഗാഥയെ ഇനി മഹേശ്വരൻ ബാലാജിയുടെ അടുത്തേക്ക് വിടുമോ, അതോ ഇനി ബാലാജിയിൽ നിന്നും ഗാഥയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നന്ദ എന്തെങ്കിലും ശ്രമങ്ങളോ അല്ലെങ്കിൽ തന്ത്രങ്ങളോ പയറ്റുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വലിയൊരു തർക്കത്തിലൂടെയാണ് മഹേശ്വരനും നന്ദയും. കാരണം മഹേശ്വരൻ പറയുന്നത് ഗാഥ എങ്ങനെയെങ്കിലും ബാലാജിയുടെ അടുത്ത് എത്തിക്കുക, എന്നിട്ട് ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടുക. പക്ഷെ നന്ദയ്ക്കെന്ന് പറയുമ്പോൾ ഇപ്പോൾ എത്രയൊക്കെ ആണെങ്കിലും സ്വന്തം കുടുംബം ഉണ്ടെങ്കിൽ പോലും ഗാഥയുടെ സ്വന്തം അച്ഛനെന്ന് പറയുന്നത് മഹേശ്വരനാണ്. അപ്പോൾ ഗാഥയുടെ എന്തുകൊണ്ടും ഗാഥയ്ക്ക് ഈ വീട്ടിൽ നിൽക്കാനും അധികാരമുണ്ട്. അപ്പോൾ തൻ്റെ ഗാഥയുടെ അമ്മയ്ക്ക് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാക്ക് എന്തായാലും എനിക്ക് പാലിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഗാഥയെ വിട്ടുകൊടുക്കാനായിട്ട് താല്പര്യമില്ല, വിട്ടുകൊടുക്കത്തുമില്ല എന്ന് നന്ദ ഒറ്റ പിടിപിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് ബാലാജി ആണെങ്കിൽ ഭയങ്കര ഒരു സന്തോഷത്തിലാണ്. കാരണം ഗാഥയെ വിട്ടു നൽകും, തൻ്റെ കേസും കാര്യങ്ങളെല്ലാം രക്ഷപ്പെടും, മഹേശ്വരനും നന്ദയ്ക്ക് കേട്ട ഒരു 8ന്റെ പണി കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താണ് വാവച്ചൻ മറ്റൊരു കാര്യം കൂടി പറയുന്നത്. എന്തൊക്കെ ആയാലും അവിടെ അത്ര പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മഹേശ്വരൻ അത്ര കുഴപ്പമൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ ഹേമന്തും ഗാഥയും കൂടി ഇപ്പോൾ പെട്ടെന്ന് പോകുന്നത് കൊണ്ട് തന്നെ ഗാഥയെ പറ്റി അധികം ചോദിക്കാനൊന്നും ആരും നിൽക്കത്തില്ല എന്ന് വാവച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോഴാണ് പിങ്കിയും ഗൗതമും സ്നേഹിച്ചിരുന്ന കാര്യവും പിന്നെ അതിനുശേഷം ഗൗതം നന്ദയെ കല്യാണം കഴിച്ചതും പിങ്കി പിന്നെ ആ ഒരു വീട്ടിൽ മരുമകളായിട്ട് വന്ന കാര്യങ്ങളും പിന്നെ അവിടുത്തെ ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളും കാര്യങ്ങളും എല്ലാം വാവച്ചൻ ബാലാജിയോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് തക്ക അവസരം ഗാഥയെ പുറത്ത് കൊണ്ടുവരാനും പിന്നെ അവർക്കിട്ട് ഒരു 8ന്റെ പണി കൊടുക്കാനും എൻ്റെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും ഇതാണ് ഏറ്റവും വലിയ അവസരം എന്ന് ബാലാജി കരുതുന്നുണ്ട്. ഈ സമയത്ത് നന്ദ ഭയങ്കര ടെൻഷനിലാണ്. കാരണം ഈ ഒരു സത്യം എങ്ങനെയെങ്കിലും ഗൗതം സാറിനോട് പറയാം. കാരണം ഗൗതം ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ നന്ദയ്ക്ക് എന്ന്. പക്ഷേ ഈ ഒരു സത്യം ഗൗതമിനോട് പറയാമെന്ന് നന്ദ വിചാരിക്കുന്നുണ്ട്. എന്നാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹേമന്തിന്റെ കാര്യം പറയുമ്പോൾ ഹേമന്തിന് പിന്നിലുള്ള കാര്യങ്ങളെല്ലാം ഗൗതമിനോട് പറയേണ്ടി വരും. പിന്നെ ഗാഥയുടെ യഥാർത്ഥ അച്ഛൻ്റെ കഥകളും എല്ലാം ഗൗതമിനോട് പറയേണ്ടി വരും. പിന്നെ അത് വലിയൊരു ഭൂകമ്പത്തിലോട്ട് അവസാനിക്കും. അതുകൊണ്ട് എന്തായാലും അത് പറയേണ്ട ആവശ്യമില്ല. എന്തായാലും ഇതിന് വലിയൊരു വഴി കണ്ടുപിടിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നന്ദ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ഗൗതം നന്ദയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് ഇപ്പോൾ പറ. കാരണം പോലീസുകാർക്ക് ഒരു സ്വഭാവമുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾ മറയ്ക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ കണ്ണിൽ തന്നെ ഒരു 2-3 മിനിറ്റ് നമ്മൾ നോക്കി നിൽക്കും. അപ്പൊ തന്നെ അവരെന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ ഇല്ലേ എന്ന് അവർക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ മനസ്സിലോ അല്ലെ എന്തെങ്കിലും കള്ളങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മറച്ചു പിടിക്കുകയോ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് സ്ഥിരം ഡെയിലി നമുക്ക് സ്ഥിരം എന്താണോ നമ്മൾ ചെയ്യുന്നത് ആ കാര്യങ്ങൾക്ക് നമുക്ക് ശ്രദ്ധ കൊടുക്കാനോ നമ്മളുടെ ജോലികൾ കറക്റ്റായിട്ട് ചെയ്യാനോ ഒന്നും സാധിക്കത്തില്ല. അത് തന്നെ നമ്മളുടെ മനസ്സിലിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നന്ദയ്ക്ക് എന്നോട് എന്തോ പറയാനുണ്ട് എന്ന് ഗൗതം ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇല്ല എന്നാണ് നന്ദ പറയുന്നത്. എന്തായാലും നിനക്ക് എന്താണോ പറയാനുള്ളത് അത് നിനക്ക് അവസരം വരുമ്പോൾ നീ എന്നോട് പറഞ്ഞാൽ മതി എന്ന് ഗൗതം പറയുന്നുണ്ട്. അങ്ങനെ ഈ സമയത്ത് നന്ദ സങ്കടത്തിൽ എങ്ങനെയെങ്കിലും ഗാഥയെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന സമയത്താണ് മഹേശ്വരൻ അവിടെ ഇരിക്കുന്നത് കാണുന്നത്. എന്നിട്ട് ഗാഥ കിടന്നുറങ്ങുകയും മഹേശ്വരൻ മനസ്സിൽ തന്നെ പറയുന്നുണ്ട്, നിന്നെ ഒരിക്കലും വിട്ടുകൊടുക്കാനായിട്ട് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, പക്ഷേ എൻ്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. എനിക്കിപ്പോൾ നിന്നെ ബാലാജി ഏൽപ്പിച്ചാൽ മാത്രമേ എൻ്റെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ എൻ്റെ മരണം സുനിശ്ചിതമാണ് എന്നൊക്കെ മഹേശ്വരൻ മനസ്സിൽ പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴാണ് നന്ദയെ കാണുന്നത്. അങ്ങനെ നന്ദയും മഹേശ്വരനും തമ്മിൽ ചെറിയൊരു പോര് നടക്കുന്നുണ്ട്. അവസാനം നന്ദ പറഞ്ഞത്, ഞാൻ സുജാത ആന്റിക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഗാഥയെ എങ്ങനെയാണോ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അവളെ തിരിച്ചവിടെ എത്തിക്കുമെന്ന്. ആ ഒരു വാക്ക് എനിക്ക് പാലിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഇനി എന്തൊക്കെ നടന്നാലും ഗാഥയെ ഞാൻ ബാലാജിക്ക് വിട്ടുകൊടുക്കത്തുമില്ല. ഞാൻ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നാലും ഞാൻ അതിന് ഒരുക്കമല്ല. അങ്ങനെ മഹേശ്വരൻ ചെറിയൊരു ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും ഗാഥ അതിലൊന്നും വീഴാനായിട്ട് തയ്യാറാവുന്നില്ല.
ഇനി അച്ഛൻ്റെ ജീവിതം എങ്ങനെയായാലും എനിക്ക് കുഴപ്പമില്ല. കാരണം ഇത് മകളെ കൊല്ലാനായിട്ട് ഒരു അച്ഛനും അധികാരമില്ല, പക്ഷെ മകളെ വളർത്താൻ വേണ്ടിയിട്ട് അധികാരമുണ്ട്. എന്നാൽ അച്ഛൻ അത് ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് ഇനി അച്ഛന് പറയേണ്ട ഒരു കാര്യവുമില്ല, ഒരു വോയിസും ഇല്ല എന്നൊക്കെ നന്ദ പറഞ്ഞിട്ട് നന്ദ വെല്ലുവിളിച്ചുകൊണ്ട് പോവുകയാണ്. എന്തായാലും ഈ ഒരു പ്രശ്നത്തിന് ഞാൻ സൊല്യൂഷൻ കണ്ടുപിടിച്ചിരിക്കും. അതെന്റെ ഭർത്താവിന്റെ അച്ഛനാണോ എന്നൊന്നും ഞാൻ നോക്കത്തില്ല, സൊല്യൂഷൻ കണ്ടുപിടിച്ചിരിക്കും, ഗാഥയെ ഞാൻ സംരക്ഷിച്ചിരിക്കും എന്ന് നന്ദ അവിടെ വെല്ലുവിളിക്കുന്നുണ്ട്. അങ്ങനെ ചെറിയൊരു തർക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നന്ദയുടെ മനസ്സിൽ ഈ ഒരു പ്രശ്നം ആരുടെയും ജീവിതം നഷ്ടമാകാതെ, ആരും മരണത്തിന് കീഴടങ്ങാതെ എല്ലാവരുടെയും സന്തോഷത്തോടെ മുന്നോട്ട് പോകണം, അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്ന് നന്ദ മനസ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ ഇവർക്കിടയിൽ ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും രാവിലെ തന്നെ വാവച്ചൻ ഇന്ദിവരം തറവാട്ടിൽ എത്തിയിട്ടുണ്ട്. ഇന്ദിവരം വരുമ്പോൾ തന്നെ പിങ്കിയും മോഹിനിയും പിന്നെ ജഗന്നാഥനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിങ്കി വിളിച്ചതിന് ശേഷം ചോദിക്കുന്നുണ്ട്, എന്താ സംഭവം, ഇവിടെ എന്താ വന്നത്? അപ്പോൾ മഹേശ്വരൻ സാർ എന്നെ വിളിച്ചതാണ്, അത്യാവശ്യമായിട്ട് എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ ഞാൻ വന്നതാണ് എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയുവാണ് മഹേശ്വരനും വാവച്ചനും കൂടി ആ ഒരു സ്വത്തുക്കൾ വീണ്ടും എന്തെങ്കിലുമൊക്കെ വെട്ടി വിൽക്കാൻ വേണ്ടിയിട്ടും അതിൽ നിന്ന് പൈസ കണ്ടെത്താൻ വേണ്ടിയിട്ടും വാവച്ചനെ വിളിച്ചു വരുത്തിയതാണ് എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും ചെറിയൊരു തർക്കങ്ങൾക്ക് ശേഷം വാവച്ചൻ അങ്ങ് കയറി പോകുമ്പോൾ പിങ്കി മോഹിനിയോട് പറയുന്നുണ്ട്, ഇവർ തമ്മിൽ ആ ഒരു സ്ഥല കച്ചവടത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു എസ്റ്റേറ്റിൻ്റെയോ ഒരു ബന്ധമല്ല അവർക്കുള്ളത്. അതിനപ്പുറം വേറെ എന്തോ ഒരു ബന്ധം അവർക്കിടയിലുണ്ട്, എന്തോ ഒരു രഹസ്യം അവർക്കിടയിലുണ്ട്. പക്ഷെ അതെന്തായാലും കണ്ടുപിടിച്ചേ മതിയാകൂ, അവസരം വരട്ടെ എന്ന് പിങ്കി മനസ്സിൽ പറയുന്നുണ്ട്. ഈ സമയത്ത് വാവച്ചൻ മഹേശ്വരനെ പോയി കാണുകയും നടന്ന സംഭവങ്ങളൊക്കെ മഹേശ്വരൻ വാവച്ചനോട് പറയുന്നുണ്ട്. എന്നിട്ട് എന്തായാലും എൻ്റെ ജീവിതം നഷ്ടമായി, ഇനി എനിക്ക് ജീവിതമില്ല എന്ന് പറയുന്ന അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും മഹേശ്വരന് ഒരു 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. വലിയൊരു പൂട്ടിലാണ് മഹേശ്വരൻ ചെന്ന് പെട്ടിരിക്കുന്നത്. ഇതിൽ നിന്നും രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബാലാജിയെ ഒതുക്കി തീർക്കണം, ഇല്ലെങ്കിൽ ഈ ഒരു സത്യം മറ്റുള്ളവരോട് പറഞ്ഞ് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും എങ്ങനെയെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിക്കണം. പക്ഷേ ഈ ഒരു സത്യങ്ങൾ, ഗാഥയെക്കുറിച്ചുള്ള സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ സ്വന്തം കുടുംബം എല്ലാം നഷ്ടപ്പെടും. പക്ഷെ ആ ഒരു ഗാഥയെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഗാഥയെ നഷ്ടപ്പെടും, കുടുംബം കിട്ടും. പക്ഷെ കുടുംബത്തെ ചേർത്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കുടുംബവും ഇപ്പോൾ നഷ്ടത്തിലായി, വലിയൊരു കെണിയിലാണ് മഹേശ്വരൻ പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റ ബൈ.